എൻ്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോശയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തല ഇറങ്ങി എന്ന് പറയും. അപ്പം അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് വെച്ചറിയാം, അവർ കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാമല്ലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ചോദിക്കാം. ഇതിനു മുമ്പ് തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയില്ലായിരുന്നു. പക്ഷെ അത് OTT വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ടൊരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ ഒരു ഇടിച്ച് തള്ളി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാലോ, ഇപ്പൊ ഈ സിനിമ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി യൂത്ത് ഫാമിലി എന്റർടൈനർ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഇടിച്ചു തള്ളി കയറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വേണ്ട തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നല്ല നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകന്റെ ഇപ്പൊ ഒരു 100 പേര് ഇരുന്നാൽ 80 പേർക്ക് സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാം. തോന്നിട്ട് ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി, ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ അടിച്ച്. ഫ്രൈഡേ നമ്മുടെ പടം പിന്നെയും കയറി, ഇന്ന് ഇപ്പൊ സാറ്റർഡേ പിന്നെയും കയറി. അപ്പൊ അത് ആ ആൾക്കാർ എത്താനുള്ളൊരു സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയും നമ്മളെ സംബന്ധിച്ചറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ പടം നമ്മുടെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ രഞ്ജിത്ത് നാട്ടിലില്ല. അയാള് ഹാഫിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാളുടെ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിനുണ്ട്. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കും, ഭയങ്കര ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇനി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാവുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റിയിൽ കയറും. അതിന് തിയേറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജോൺ ചേട്ടന്റെ അഭിനയത്തില് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ UK ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നമ്പാടി വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ 10 ഇരട്ടി ജോണി ചേട്ടനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ജോണി ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്ന ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഇപ്പം ഒരു മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കും. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ഇപ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു പരിപാടി വിളിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാം, നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവും എന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കേട്ടിട്ട് അതിൻ്റെ അവിടെയുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു. ഈ 2 സീനാണ് അരുണിനോട് പറഞ്ഞ് വിളിച്ചിട്ടാ ഒന്ന്. ആദ്യത്തെ അരുണ് ഞാൻ പള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ
എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം വെക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് ഹാപ്പി ആയിരുന്നു. കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ചായനെ കാണിക്കുന്ന അച്ചായൻ ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പോഴും നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ളൊരു സംഭവം. പിന്നെ മറ്റേ സിനിമ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറൊന്നുമില്ല. പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷെ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതെ. റോണി ചേട്ടാ, ഈ സബ്ജക്റ്റ് റോണി ചേട്ടാ ഈ സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം തന്നെ അത് കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം തന്നെ അത് കാണിക്കുന്നത്. അത് കഷ്ടപ്പെട്ടാൽ കണ്ടർസ്കോഡ് കിട്ടും. അതെ. അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാൻ നമുക്ക് ഇങ്ങനെ പറ്റും. നമ്മുടെ അല്ലെ, അത് കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു. ഇങ്ങനെ 10-20 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറി. അപ്പോൾ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പുള്ളിയോട് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റം അല്ല. നമ്മുടെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നൂലാമാലകളും പ്രശ്നങ്ങളും. നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോൾ വിജിലൻസ് പൊക്കുന്നു, അവിടെ പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പേര് നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നടന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നടക്കും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും, ചിലർക്കത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു വിജയം വരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ ഉസൈൻ ബോൾട്ട് ഓടുന്ന 10 സെക്കൻഡിന് താഴെയുള്ള സമയം നമ്മൾ കാണുന്നുള്ളൂ. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ആക്കുന്നത്. അതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയാൻ പറ്റുന്നത്. അതിനകത്ത് ഒരു നല്ല കൃഷിക്കാരനായിട്ടാണ് കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം നിലനിർത്താൻ പറ്റും, ഒരു കുടുംബം പോറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതെ. അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരാളെ വരുമ്പോൾ അവരനുഭവിക്കേണ്ടതായ രീതി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ബുദ്ധിമുട്ട് എന്തൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിപ്പോ അരുൺ വൈക കാണിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിയേട്ടൻ പണ്ട് വൃത്തിക്ക് വരവേൽപ്പിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളാനാളുടെ നാട്ടിൽ കാണിച്ചിട്ടുണ്ട്, ദാക്ഷാണി ബിസ്ക്കറ്റ്, വെള്ളാനാളുടെ നാട്, മിഥുനും മറ്റേ വരവേൽപ്പും, വെള്ളാനാളുടെ നാടും, വരവേൽപ്പ് അല്ലെ, 3 പടങ്ങളും ഇത് തന്നെയാണ്. ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റുകൾ തന്നെ അതൊക്കെ അന്നും ഉള്ളത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. മാറിയാൽ നല്ലത്. ഇപ്പൊ തന്നെ നമ്മള് നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു 10-15 കാറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 കാറിൽ 2-3 കാറുകൾ പ്രായമുള്ളവരാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ മക്കൾ എവിടെയാണ്? പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സും ഒക്കെ കുറെ പേര് ജർമ്മനി, കുറെ പേര് UK, ഗൾഫ്. മികച്ച സാമ്പത്തിക വ്യവസ്ഥയോടെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതല്ലാതെ നമ്മൾ ഇവിടെ കുറച്ച് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഇപ്പൊ തന്നെ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള രീതിയിലൊരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവനും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കലല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സുള്ളവരെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്.
അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാൻ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് ഫ്ലെക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ കിട്ടുന്നത് പണത്തെക്കാൾ ഉപരിയാണ്. അതുപോലെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും